നമ്മൾ വിളിക്കാത്തൊരു കല്യാണത്തിന് കർണാടകയിൽ കഴിക്കാൻ പോവാണ്. വിളിക്കാത്ത കഴിച്ചാൽ അങ്ങനെ അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അവരെല്ലാം നമ്മളെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ കല്യാണം ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലായിട്ട് ഡയറക്റ്റ് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാൻ ബാക്കി. അപ്പോൾ നമ്മളെ ഒരു കുപ്പി വെള്ളം തന്നു. ഈ ഒരു കുപ്പി വെള്ളം മാത്രമേ നമുക്ക് എപ്പോഴും തീർത്തുള്ളൂ. ഒരു ഇലയും കിട്ടി, അത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പ്, അച്ചാർ, പിന്നെ ഇതെന്താ പയറാണോ അല്ല സാമ്പാർ, എന്ത് സംഭവം ഇത്, എൻ്റെ പേരെ മറന്നുപോയി. പയറോരൻ, പിന്നെ ഗുലാബ് ജാമുൻ സാധനം, പപ്പടം, പിന്നെ ഈ മിച്ചറും ഇതൊക്കെ കൂട്ടിട്ടിരുന്ന സംഭവം എനിക്കറിയില്ല എങ്ങനെയാണ്. ഇത് ബജ്ജിയാണ്, മുളക് ബജ്ജി. ഇത് പായസം, ഈ ചവ്വരി ഇട്ട പായസമാണ്. ഇത് റൊമാലി റൊട്ടിയും ഈ കറിയെന്ന് വെച്ചാൽ നമ്മളെ വഴുതനങ്ങ കിട്ട കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. ഇതങ്ങനെ ആദ്യത്തെ ഘട്ടമായിട്ട് വരുന്നത്, ഫസ്റ്റ് ഫുഡ് ഇതാണ്. പിന്നെ അടുത്ത ഘട്ടമായിട്ട് വരുന്നത് പുലാവും. ഇത് ചമ്മന്തിയാണ്, മീൻസ് ഈ സാധാ തേങ്ങയും പിന്നെ പുതിനയിലെല്ലാം കൂടെ അരച്ചൊരു ചമ്മന്തിയാണ്. അങ്ങനെ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്, ആദർശും അബിയും. പിന്നെ എൻ്റെ മുഖം ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കഴിക്കേണ്ടതാണ്. എന്താണെന്ന് അറിയില്ല, എന്നാലും വാരി വിഴുങ്ങി കല്യാണം കൂടിയിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ. ക്യാമറമാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടി ഞങ്ങളുടെ 18ാമത്തെ കല്യാണത്തിന് വേണ്ട വീഡിയോ ആണ് പുള്ളിക്കാരെടുക്കുന്നത്, മീൻസ് പല ക്യാമറമാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ചോറ് വന്നു. ഇത് ചോറും ദാല് കറിയാണ് കേട്ടോ, സാമ്പാറല്ല. നമ്മളത് സാമ്പാർ ചെയ്യും ഇവിടെ, ചില സമയത്ത് സാമ്പാറാണ്, പിന്നെ ദാലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ രസം വരും, മോര് വരും. അപ്പോൾ ഇതായത് പിന്നെ ഐസ്ക്രീം വന്നു. ചെറിയ ഒരു 10 രൂപയുടെ 8 രൂപയുടെ ഈ ഐസ്ക്രീം, നല്ലൊരു മോര്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്, കന്നഡ കല്യാണം അടിപൊളിയാണ്, നല്ല വൈബാണ്, വേറൊരു വൈബാണ്. എന്തും കൂട്ടിയൊരു പിടി, ലാസ്റ്റ് മോരും കൂട്ടിയൊരു പിടി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞു, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ കയ്യെല്ലാം കഴുകി ഇനി നമ്മൾ നേരെ വെളിയിലേക്ക്. അപ്പോൾ ഇതാ 2 പഴവും പിന്നെ ഈ കവറിലുള്ളത് പാക്കാണ്, മീൻസ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ തൊട്ടുള്ള പാക്കാണ് അതിനകത്തുള്ളത്. ഇതാണ് എൻട്രൻസ്. ഓഡിറ്റോറിയത്തിൽ കയറിയില്ല, അതാണ് ഞാൻ കാണിച്ചേക്കാത്ത ഓഡിറ്റോറിയം. അപ്പോൾ പാക്കും പഴവും നിന്നിട്ട് ഇന്നത്തെ നമ്മൾ കല്യാണ വിശേഷം കഴിഞ്ഞു. കല്യാണത്തിൽ കയറി, അത്യാവശ്യം ഗ്രാൻഡ് കല്യാണമൊക്കെയായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടി ഫുഡുള്ള കല്യാണത്തിന് ഇനി മുമ്പ് ഞങ്ങൾ കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ 2 വർഷമായിട്ട് 2-2.5 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നതാണ്, ഞങ്ങളിവിടെ വരാറുള്ളതാണ്. അങ്ങനെ വിളിക്കാതെ കുറേ നേരം കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ അറിയിക്കാൻ ചോദിച്ചു. ഇതിനെക്കാട്ടി നല്ലൊരു ഗ്രാൻഡുള്ള കല്യാണത്തിന് അടുത്തോട്ടം കയറുമ്പോഴത്തേന് അടുത്ത് വിടുക. എന്നാലും ഈ കല്യാണം കൊള്ളായിരുന്നു. ആര് ഭക്ഷണം തന്നാലും അവർ ആത്മാവാണല്ലോ, അങ്ങനെയുള്ളൂ നമുക്ക്. പിന്നെ കല്യാണവും കഴിഞ്ഞ് പഴവും തൊലിച്ച് പഴവും വിഴുങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്, പഴംപൊരികൾ. അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പിടിക്കണം. അവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഹോസ്റ്റലിൽ പോകുന്നത്. പിന്നെ കുറച്ച് ദൂരമുണ്ട്, ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നു. രാത്രി ആയതുകൊണ്ട് ഹോസ്റ്റലിലെ ഫുഡിനെക്കാട്ടി ഭേദമാണ് കല്യാണത്തിൻ്റെ ഫുഡ്. അങ്ങനെ കയറി. അപ്പോൾ ഇതാ മറ്റേ മുറുക്കാൻ പോലൊരു സംഭവം ഒന്നുമില്ല. പക്ഷേ മുറുക്കാനൊന്നുമല്ല, ഇതിനകത്ത് രാസവസ്തു ഒന്നുമില്ല. ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ എന്തൊക്കെയോ സംഭവം സീറ്റ് ബാക്ക് എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ ഇതും തിന്നു കഴിയുമ്പോഴത്തേനും കല്യാണം പൂർണ്ണമാവും. ഇത് ദഹിക്കാനുള്ളതെന്നൊക്കെയാണ് കർണാടകക്കാർ പറയുന്നത്, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇത് ഇനി വായിലോട്ടിടുക. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഉടനെ കാണാം. ഇനി ലിഫ്റ്റ് അടിച്ച് ഹോസ്റ്റലിൽ പോകണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.